ഇലഞ്ഞി സെയിന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 101ാമത് വാർഷിക ആഘോഷം നടത്തി. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ജി. ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ നാടിന്റെ കേന്ദ്രബിന്ദുവാണെന്നും നാടിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതുപോലെ തന്നെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ പങ്കെടുത്തതിനെ കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ ഇവിടെ വീഡിയോ ക്ലിപ്പ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഒട്ടേറെ വിഷയങ്ങളിൽ അത് കണ്ടിരുന്നു കഴിഞ്ഞാൽ ഇലഞ്ഞി സ്കൂള്, സെന്റ് പീറ്റേഴ്സ് സ്കൂള് എന്ന് പറയുന്ന ആ ഒരു ചിത്രം വളരെ വളരെ വലുതാണ്. നമ്മൾ ഈ കാണുന്ന ഇതിനകത്ത് ഇരിക്കുന്ന ഈ കുട്ടികളൊന്നും അല്ല, അതിലൊരു വലിയ തലത്തിലേക്ക് പോവുകയാണ്. ശാസ്ത്ര രംഗത്ത്, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ യുവജനോത്സവങ്ങളില് എല്ലാം കുട്ടികളിലെ ഒട്ടേറെ മികവുകൾ തെളിയിക്കുന്ന കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഒന്നിനൊന്നും മെച്ചമാണ് എന്ന് നമുക്ക് അതിലൂടെ കാണുവാൻ കഴിയും. എനിക്കതിൽ ചില കുട്ടികളെയൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാം. ചെസ്സിലും ക്വിസിലും ഒക്കെ സമ്മാനങ്ങൾ കിട്ടിയ കുട്ടികളൊക്കെ എന്റെ നാട്ടുകാരും എന്റെ ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഒരു അഭിമാനം തോന്നും. അപ്പൊ എല്ലാ മേഖലയിലും അങ്ങനെ അവർക്ക് വേണ്ട അവസരം ഒരുക്കുന്നതിന്, അവരെ കരുതലോടെ സ്നേഹിക്കുന്ന, അവരുടെ കഴിവുകളെ കണ്ടെത്തി അവരെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്ന കാര്യത്തിൽ അധ്യാപകർ കാണിക്കുന്ന ആ ശുഷ്കാന്തിയാണ് ഇതിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വെറും ഒരു പഠനം മാത്രമാക്കാതെ, പഠനത്തിൽ മാത്രം ഒതുക്കാതെ എഞ്ചിനീയറും ഡോക്ടറുമാക്കുന്ന ആ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അവരിലെ എല്ലാ കഴിവുകളെയും കണ്ടെത്തി, കരാട്ടക്കാരന്റെ കഴിവുണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡുകാർക്ക് അതിൻ്റെതായ കഴിവുണ്ട്, NSS വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്നവർക്ക് അവരായി എടുക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെല്ലാം കണ്ടെത്തി ഓരോ കുട്ടിയും ഓരോ അണിലും ഓരോന്ന് കണ്ടെത്തുന്നു എന്ന് പറഞ്ഞതുപോലെ ഓരോ കുട്ടിയിലും അവരുടെ കഴിവുകൾ കണ്ടെത്തി അവർക്ക് അഭിരുചിയുള്ള ആ മേഖലകളിൽ വികസിപ്പിച്ചെടുത്ത് അതിലൂടെ അവരിലെ കഴിവ് വർദ്ധിപ്പിക്കുകയും നമ്മുടെ സ്കൂളിന്റെ യശസ് മറ്റു തലങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. അത് അധ്യാപകരുടെ ഒരു തപസ്യയാണ്, അവരുടെ ആ ഒരു വലിയ ഉത്തരവാദിത്തമാണത്. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഇടത്തുംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. നടത്തപ്പെടുന്നതായ കലാലയം തീർച്ചയായിട്ടും ഗ്രാമത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ്. അതിന്റെ ഒരു സെൻട്രൽ പോയിന്റാണ്. അവിടെയാണ് നമ്മുടെ ഗ്രാമത്തിലെ ഓരോ കുട്ടികളും അക്ഷരജ്ഞാനത്തിലേക്ക് കടന്നു വരിക. ഈ അക്ഷരമുറ്റത്ത് വെളിച്ചം നുകർന്നെടുക്കുവാനായിട്ട് കടന്നു വരുന്നതായ കുരുന്നുകളെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുവാനും അവർക്ക് വേണ്ടതായ അക്ഷരാഭ്യാസം കൊടുക്കുവാനും വ്യക്തശ്രദ്ധരായ ഗുരുഭൂതന്മാര് തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്കൂളിന്റെ എല്ലാം പ്രത്യേകത നിറഞ്ഞ വ്യക്തിത്വങ്ങളാണ്. ആ സ്കൂളിലെ മാനേജരെ സംബന്ധിച്ചിടത്തോളം അത് തീർത്തും അപ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടതായ കെട്ടിടങ്ങളെ, ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നതിലപ്പുറം അതുമായിട്ട് കാര്യമായ ബന്ധങ്ങളൊന്നുമില്ല. എങ്കിലും നമ്മുടെ ഗുരുക്കന്മാരായ അധ്യാപകരാണ് അതിന്റെ കേന്ദ്രബിന്ദുക്കൾ. അവിടേക്ക് കടന്നു വരുന്നതായ കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ വിദ്യാലയത്തിന്റെ ചൂടുമെല്ലാം. ഇവിടെ ഈ വിദ്യാലയത്തിൽ കളിച്ചുല്ലസിച്ച് പഠിച്ച് ആർത്ത് അട്ടഹസിച്ച് സൗഹൃദങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളുടെ ആ അറിവിന്റെ ആ ചക്രവാളങ്ങളെ വികസിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്നും കടന്നു പോവുക. ഇവിടെ നിന്നും കടന്നുപോയവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ റിപ്പോർട്ടുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ വർഷം ശതാബ്ദി ആഘോഷങ്ങൾ നടന്നപ്പോഴെല്ലാം വളരെ വിശദമായിട്ട് പല പ്രാവശ്യമായിട്ട് നമ്മുടെ മനോമുകുലത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണ് വിശിഷ്ട വ്യക്തികളെല്ലാം. സംസ്ഥാന കർഷകശ്രീ അവാർഡ് ജേതാവ് മോനു വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ രാജേഷ് കുന്നുംപുറം, ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് നാണുക്കുട്ടൻ, ഗ്രാമപഞ്ചായത്ത് അംഗം മാജി സന്തോഷ്, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് ആലാനിക്കൽ, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് VM മാത്യു, PTA പ്രസിഡന്റ് ജീസ് ഐസക്, സ്കൂൾ ലീഡർ അദ്വൈത് ദിനേശ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ തോമസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി.